ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ പിടിയും വറുത്തരച്ച കോഴിക്കറിയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പ്രിപ്പറേഷൻസിലോട്ട് പോകാം. നമുക്ക് പിടി ഉണ്ടാക്കാനായി വേണ്ടത് അരിപ്പൊടിയാണ്. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. അടുത്തായി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. ഇതിലേക്ക് 3 കൊച്ചുള്ളി ഇടാം, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം. ക്രഷ് ചെയ്ത് നമ്മൾ തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. തേങ്ങയും ജീരകവും കൊച്ചുള്ളിയും കൂടെ നമുക്ക് ഈ മാവിലോട്ടിടാം. തിളപ്പിച്ച ചൂടുവെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. മാവിൻ്റെ ചൂട് മാറിയതിന് ശേഷം കൈവച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നവർ ചെറിയ ബോൾസ് ആക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴേ വെള്ളം ഒരുപാട് കൂടിപ്പോകാതെ നോക്കണം. നമ്മൾ വെള്ളം ഒരുപാടായാൽ നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് നമുക്ക് പിടി കിട്ടില്ല. അതുപോലെ നമുക്ക് ഇഡലി പാത്രത്തിൽ വാഴയില വെച്ച് നല്ല നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ചെറിയ ബോൾസ് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച പിടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പിടി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോകാതെ നല്ല ഓരോന്നും വിട്ടുവിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിനി പെട്ടെന്നൊരു ചിക്കൻ കറി വയ്ക്കാം. കുക്കറിൽ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം.
മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങയിലേക്ക് 3 ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ തേങ്ങ നല്ല ചുവക്കുന്നിടം വരെ വറുത്തെടുക്കാം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത അരപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം. നമ്മൾ മസാലയൊക്കെ ഇട്ടെടുത്തത് വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ഇടാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എണ്ണ കണ്ടില്ലേ, നല്ല എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി എന്തായാലും എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ വേണ്ടവർക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇടാം. നമ്മുടെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ വറുത്തരച്ച കോഴിക്കറിയും പിടിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക.